വാട്സാപ്പിനും ഗൂഗിൾ പ്ലേ സ്റ്റോറിനും ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് ഇറാൻ പിൻവലിച്ചു. ഹമാസ്, ഹിസ്ബുള്ള, സിറിയ തോക്കിലെ അവസാന വെടിയുണ്ടയും തീർന്നു. എല്ലാം തകർന്നതോടെ ഇറാന് ബോധമുദിച്ചു. സ്ത്രീകൾ പൂക്കളാണ് എന്നും വാട്സാപ്പിനും ഗൂഗിൾ പ്ലേക്കും വിലക്ക് വേണ്ട എന്നുമാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇറാന്റെ ഭീകരവാദ ശൃംഖലകൾ മുഴുവൻ തകർന്നതോടെ ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള ഖുമൈനിക്ക് ബോധമുദിച്ചു. അതോടെ അദ്ദേഹം സ്ത്രീകളെ പൂക്കളോടാണ് ഉപമിച്ചിരിക്കുന്നത്. അതേസമയം 2022 ഏർപ്പെടുത്തിയ നിരോധനമാണ് ഇറാൻ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. നിയന്ത്രണം മാറുന്നതോടെ തന്നെ ജനങ്ങൾക്ക് ആപ്പുകൾ പഴയതുപോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. പ്രസിഡന്റ് മാസൂദ് പെസൻഷ്ക്യാന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് നിരോധനം പിൻവലിക്കാൻ തീരുമാനിച്ചത്. കർശനമായ വസ്ത്രധാരണ രീതികൾ ലംഘിച്ചു എന്നാരോപിച്ച് സദാചാര പോലീസ് കസ്റ്റഡിയിലെടുത്ത മഹ്സ അമീനി എന്ന യുവതി മരിച്ചതിനെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നു വന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വാട്സാപ്പിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിനും ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഇപ്പോൾ അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്നതും. പ്രസിഡന്റ് മാസൂദ് പെസൻഷ്ക്യാന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് നിരോധനം പിൻവലിക്കാൻ തീരുമാനിച്ചതും. പ്രാദേശിക പ്ലാറ്റ്ഫോമുകളുടെ വികസനത്തിനും ഉപയോഗത്തിനും മുൻഗണന നൽകുന്ന സമീപനം തുടരുമെന്നതിന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായി അമേരിക്കൻ പ്രസിഡന്റ്, അതായത് പുതിയ US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ കൂട്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നും കരുതപ്പെടുന്നു. എങ്ങനെയെങ്കിലും ഇസ്രായേലിന്റെ നഖമുനയിൽ നിന്നും രക്ഷപ്പെടണമെന്ന ഒറ്റ ചിന്തയെ ഇപ്പോൾ ഇറാനുള്ളൂ. ഇനിയും യുദ്ധം തുടർന്നാൽ അത് അവസാനമായിരിക്കുമെന്നും ഇറാൻ കരുതുന്നു. അതുകൊണ്ടാണ് എടുത്തു വീശിയ വാൾ അതേപോലെ തന്നെ തിരിച്ചുവെക്കാനും അവർ തീരുമാനിക്കുന്നത്. അതേസമയം ഹിജാബ് നിയമത്തിൽ ഇറാൻ സർക്കാർ പരിഷ്കരണം വരുത്തിയത് അടുത്തിടെയാണ്. ഹിജാബ് നിയമം ലംഘിക്കുന്ന സ്ത്രീകൾക്ക് പിഴയോ ചാട്ടവാർ അടിയോ ജയിൽ ശിക്ഷയോ വധശിക്ഷ വരെ ലഭിക്കുന്ന തരത്തിലാണ് നിയമം പരിഷ്കരിച്ചത്. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 60 പ്രകാരം ഹിജാബ് നിയമം ലംഘിക്കുന്നവർക്ക് പിഴയോ ചാട്ടവാർ അടിയോ ജയിൽ ശിക്ഷയോ ലഭിക്കും. കുറ്റം വീണ്ടും ആവർത്തിച്ചാൽ 15 വർഷം വരെ തടവോ വധശിക്ഷയോ ആണ് ലഭിക്കുക. വിചിത്രമായ ആചാരങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകൾക്കായി സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് സെന്റർ തുറക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്ന സ്ത്രീകളെ സുഖപ്പെടുത്താൻ ഇറാൻ ക്ലിനിക് ഫോർ ക്വിറ്റിംഗ് ഹിജാബ് റിമൂവലാണ് തുറക്കുന്നത്. ക്ലിനിക്കുകൾ തടങ്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നും പ്രതിഷേധക്കാർ പറയുന്നു. മനുഷ്യാവകാശ പ്രവർത്തകർ ഈ നീക്കത്തെ അപലപിക്കുകയാണ്. ഹിജാബ് ധരിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് മാത്രമല്ല പണി വരുന്നത്. ഈ നിയമം ലംഘിക്കാൻ തുനിയുന്നവരെ സഹായിക്കാൻ എത്തുന്നവരും ഒന്ന് കരുതിയിരിക്കണം. ആശയങ്ങൾ വിദേശ മാധ്യമങ്ങളിലും മനുഷ്യാവകാശ സംഘടനകളിലും പ്രചരിപ്പിക്കുന്നവർക്ക് 10 വർഷം വരെ തടവോ പിഴശിക്ഷയോ ലഭിക്കും. നിയമം ലംഘിക്കുന്ന സ്ത്രീകളെ സഹായിക്കുന്നവർക്ക് തടവോ പിഴശിക്ഷയോ ലഭിക്കുമെന്നും നിയമത്തിൽ വ്യക്തമാക്കുന്നു. 2022 ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് ഇറാനിലെ മതകാര്യ പോലീസ് മഹ്സ അമീന എന്ന 22കാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതിനുശേഷം സമാനതകളില്ലാത്ത പ്രക്ഷോഭങ്ങളാണ് ഇറാനിൽ അരങ്ങേറിയതും. നിരവധി പ്രതിഷേധകർ കൊല്ലപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തിരുന്നു. ഹിജാബ് ശരിയായി ധരിക്കാത്തതിനാണ് 22കാരിയായ മഹ്സ അമീനയെ ഇറാന്റെ മതകാര്യ പോലീസ് 2022 സെപ്റ്റംബറിൽ അറസ്റ്റ് ചെയ്യുന്നത്. രാജ്യത്തിന്റെ ഹിജാബ് ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്നാരോപിച്ച് കസ്റ്റഡിയിലിരിക്കെ മഹ്സയെ സദാചാര പോലീസ് ചമഞ്ഞവർ കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നാലെ ഹിജാബിനെതിരെയും മതകാര്യ പോലീസിനെതിരെയും പ്രതിഷേധവുമായി സ്ത്രീകൾ തെരുവിലിറങ്ങുകയും ഇവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ വിഷയം നടന്നിട്ടിപ്പോൾ 2 വർഷം തികയുന്നു. ഇപ്പോഴും ഇറാനിൽ കൂടുതൽ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിക്കുന്നതായിട്ടാണ് നേരത്തെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നത്. ഹിജാബ് ധരിക്കുന്നത് സ്ത്രീകളുടെ തീരുമാനമാണ് എന്നും സ്ത്രീകളെ മാതൃകാ പോലീസ് വേട്ടയാടുന്നത് അവസാനിപ്പിക്കണമെന്നും പുതിയ പ്രസിഡന്റായ മാസൂദ് പെസൻഷ്ക്യാൻ പ്രചരണവേളയിൽ ഒരിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇതിന് ചെവി കൊടുക്കാതെ ഇറാൻ മാറി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നും അവിടെ പ്രശ്നങ്ങൾ അലയടിക്കുന്നതും. എന്നാൽ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രഖ്യാപനത്തിന് പിന്നിലും മറ്റു ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് കണ്ടറിയേണ്ടതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.